ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗോള വിമാന നിർമ്മാണ ഭീമനായ എയർബസും ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയും കൈകോർക്കുന്നു. വെറുമൊരു കരാറല്ല ഇത്, മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ ഹെലികോപ്റ്റർ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള വലിയൊരു ചുവടുവെപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈനാണിത്. ഗുജറാത്തിലെ വഡോദരയിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റവുമായി ചേർന്നാണ് എയർബസ് ഇത് നടപ്പിലാക്കുന്നത്. ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് ലോക പ്രശസ്തമായ H125 എക്യൂറൽ ഹെലികോപ്റ്ററുകളാണ്. വെറുതെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക മാത്രമല്ല, ഡിസൈൻ മുതൽ ഉൽപാദനം വരെ ഇന്ത്യയിൽ തന്നെ നടപ്പാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഏകദേശം 24 മാസത്തിനുള്ളിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് എയർബസ് തങ്ങളുടെ ഏറ്റവും മികച്ച മോഡലായ H125 തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഹിമാലയം പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പറക്കാൻ ഏറ്റവും അനുയോജ്യമായ ഹെലികോപ്റ്ററാണിത്. ലോകത്തിൽ എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത ഏക ഹെലികോപ്റ്റർ എന്ന റെക്കോർഡും ഇതിനുണ്ട്. ഇത് കേവലം യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതിന് മൾട്ടി റോൾ ശേഷിയുണ്ട്. മെഡിക്കൽ എമർജൻസി, ടൂറിസം, ദുരന്ത നിവാരണം, പവർ ലൈൻ മെയിന്റനൻസ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാവും. മാത്രമല്ല, മറ്റ് ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്രവർത്തന ചിലവ് വളരെ കുറവാണ്. ഈ കരാർ കേവലം വിമാനം നിർമ്മിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 100 കണക്കിന് എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കും ഉയർന്ന ശമ്പളമുള്ള ജോലി ഈ പ്രൊജക്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററിന് ആവശ്യമായ ചെറിയ ഭാഗങ്ങൾ നിർമ്മിക്കാൻ 100 കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവസരം ലഭിക്കും. ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ അയൽ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനും പദ്ധതിയുണ്ട്. അതായത് ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഹബ്ബായി മാറും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വെറും ഒരു കച്ചവടത്തിനപ്പുറം തന്ത്രപരമായ പങ്കാളിത്തമായി മാറിയിരിക്കുന്നു. റഫേൽ വിമാനങ്ങൾക്ക് ശേഷമുള്ള ഈ ഹെലികോപ്റ്റർ പദ്ധതി പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിന് വേഗത കൂട്ടും. സിവിൽ ഏവിയേഷൻ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുകയാണ്. ടാറ്റയും എയർബസും ചേർന്നുള്ള ഈ നീക്കം ഇന്ത്യയുടെ ആകാശത്തുകൂടി പറക്കുന്ന ഹെലികോപ്റ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സാങ്കേതികമായി നമ്മളെ മുന്നിലെത്തിക്കുകയും ചെയ്യും. ഭാവിയിൽ സാധാരണക്കാർക്ക് പോലും ഹെലികോപ്റ്റർ യാത്രകൾ സാധ്യമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇത് തുടക്കം കുറിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.